ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണപ്പരീക്ഷയ്ക്ക് കഴിഞ്ഞു. ഓണപ്പരീക്ഷ പേപ്പറും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാർക്കുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ. നിങ്ങളുടെ മാർക്കുകൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. പല കുട്ടികൾക്കും പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടാഞ്ഞത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് പറ്റിയ തെറ്റ്, ആ മാർക്ക് കുറഞ്ഞത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഇനിയും നിങ്ങൾ വിലയിരുത്തിയിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് തുടങ്ങേണ്ടതുണ്ട്. കാര്യം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമുമാണ്. 9ാം ക്ലാസ്സാണ്, തോൽക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പം തന്നെ ഒരു പ്ലാനോടുകൂടെ മുമ്പോട്ട് പോകണം. മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ളതിന് ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിച്ചു പോകുന്നൊരു സിസ്റ്റം. അതായത് എക്സാമിൻ്റെ തലേന്ന് നിങ്ങളുടെ യൂട്യൂബിലെയും മറ്റു ക്ലാസ്സുകൾ മാത്രം കണ്ടുപോയിട്ട് പിറ്റേന്ന് എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം, അതായത് ചോദ്യം എങ്ങനെ വരുന്നു, ചോദ്യത്തിൽ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യരുത്. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ, നമ്മുടെ നിഞ്ച ബാച്ച്. ഈ നിഞ്ച ബാച്ചിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സും, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് അടക്കം, കോൺസെപ്റ്റുകൾ അടക്കമുള്ള എല്ലാ പോർഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വെറും ചാപ്റ്ററുകൾ മാത്രമല്ല, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു നിഞ്ച ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഇവിടെ നൽകാം. ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാര്യം നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. നമുക്ക് പറ്റിയ തെറ്റ് ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ഉണ്ടാവരുത്. അപ്പോൾ അടുത്ത പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. നിങ്ങളൊക്കെ കാത്ത് ഞങ്ങളവിടെ നിഞ്ച ബാച്ചിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.